നോക്കി. സോ നമ്മൾ റീസണിങ്ങിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതും നിങ്ങളുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നും എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇത് നമ്മുടെ ഡിറക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഡിറക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി. ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻ മാഞ്ഞു പോയെന്ന്. ഓക്കെ, നമ്മൾ ഡിറക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ചെയ്യാൻ പറ്റും നോക്കി. Rocky starts from point A and drives 3 km towards east. He takes left turn and drives 4 km. He again takes a left turn and drives 3 km. He takes one more left turn and drives 2 km and stops at B. So how far and towards which direction should he drive in order to reach the point A? സോ ഇത് വായിച്ചു കഴിയുമ്പോൾ അവസാനം ചോദിക്കുന്നത് എത്ര അകലെയാണ്, പിന്നെ ഏത് ഡിറക്ഷനിൽ ഞാൻ ഡ്രൈവ് ചെയ്താലാണ് എനിക്ക് തിരിച്ചെൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ പറ്റുന്നത്. ചെയ്യാൻ പറ്റും നോക്കി. സോ നമുക്ക് പടം വരച്ച് ചെയ്യാം, പടം വരയ്ക്കാതെയും ചെയ്യാം. സോ നിങ്ങൾ പടമാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങളിവിടെ നോക്കി, ഏതൊരു പോയിന്റ്, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് വെച്ചു. സോ ഈ പോയിന്റിൽ നിന്ന് ഡ്രൈവ്സ് 3 km ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. സോ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഈസ്റ്റിലേക്ക് 3 കിലോമീറ്റർ പോകുന്നു. ഹി ടേക്സ് എ ലെഫ്റ്റ് ടേൺ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ മോനെ ഈസ്റ്റിലേക്ക് പോകുന്ന ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ മുകളിലേക്കല്ലേ പോവുക. എത്രയാണ് പോകുന്നത്? 4 കിലോമീറ്റർ. സോ നമ്മൾ 4 കിലോമീറ്റർ മുകളിലേക്ക് പോയി. ഹി അഗെയിൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ. സോ ഈസ്റ്റിലേക്ക്, നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകും? ഇങ്ങോട്ടല്ലേ പോകേണ്ടത്. എത്രയാണ് പോകുന്നത്? 3 കിലോമീറ്റർ പോകുന്നു. ഹി ടേക്സ് വൺ മോർ ലെഫ്റ്റ് ടേൺ. വീണ്ടും നമ്മൾ ലെഫ്റ്റ് ടേൺ ആണ് എടുത്തിരിക്കുന്നത്. സോ വീണ്ടും അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ താഴേക്കല്ലേ വരേണ്ടത്. എത്രയാണ് പോകുന്നത്? 2 കിലോമീറ്റർ ആണ് പോകുന്നത്. ഇപ്പോൾ 2 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സ്റ്റോപ്സ് അറ്റ് ബി. സോ ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ആണ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, സോ ഹൗ ഫാർ ആൻഡ് ടുവേർഡ്സ് വിച്ച് ഡിറക്ഷൻ ഷുഡ് ഹി ഡ്രൈവ് ഇൻ ഓർഡർ ടു റീച്ച് പോയിന്റ് എ. സോ എത്ര അകലെയാണ്, പിന്നെ ഏത് ഡിറക്ഷനിൽ ട്രാവൽ ചെയ്താലാണ് എയിൽ എത്താൻ പറ്റുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ അല്ലേ നിൽക്കുന്നത്. സോ ഇവിടുന്ന് എയിൽ എത്തണമെങ്കിൽ ഞാൻ താഴേക്ക് വരണം അല്ലേ. അപ്പോൾ താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇത് ഏതാ ഡയറക്ഷൻ? സൗത്ത് അല്ലേ. അല്ലേ, താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? സൗത്തിലേക്ക് പോയാലാണ് എയിൽ എത്തുന്നത്. അപ്പം ഇനി എത്ര അകലെയാണ്? ഇത് ടോട്ടൽ 4 ആണ് അല്ലേ. ഇവിടുന്ന് ഇവിടെ 2 ആണെങ്കിൽ ബാലൻസ് ഇങ്ങോട്ടും 2 ആയിരിക്കില്ലേ. അപ്പോൾ 2 കിലോമീറ്റർ സൗത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. സോ ഓപ്ഷൻ നോക്കിയേ, 2 km ടുവേർഡ്സ് സൗത്ത്. ഓപ്ഷൻ ഏതാ? എ ആണ്. ഓപ്ഷൻ എ ആണ്. സോ നോക്കി, ഇത് പടം വരച്ച് ചെയ്യുന്നതുണ്ട്, പടം വരയ്ക്കാതെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. സോ പടം വരയ്ക്കാതെ നമ്മളെങ്ങനെയാണ് ചെയ്യുക? പടം വരയ്ക്കാതെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചോ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. സോ ഡ്രൈവ്സ് 3 km ടുവേർഡ്സ് ഈസ്റ്റ്. സോ ഈസ്റ്റിലേക്ക് നമ്മൾ 3 കിലോമീറ്റർ പോയി. ഹി ടേക്സ് എ ലെഫ്റ്റ് ടേൺ. സോ ഈസ്റ്റിലേക്ക് പോകുന്ന ആൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ എങ്ങോട്ടാണ് പോവുക? നോർത്തിലേക്കല്ലേ. സോ നോർത്തിലേക്ക് എത്രയാണ് പോകുന്നത്? 4 കിലോമീറ്റർ ആണ്. ഹി അഗെയിൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ. സോ നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോവുക? വെസ്റ്റ് അല്ലേ. എത്രയാണ് പോകുന്നത്? 3 കിലോമീറ്റർ ആണ് അല്ലേ. ഇനി ഹി ടേക്സ് വൺ മോർ ലെഫ്റ്റ് ടേൺ. സോ വെസ്റ്റിലേക്ക് പോകുന്ന ആൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? സൗത്തിലേക്ക് പോകും. എത്രയാണ് പോകുന്നത്? 2 കിലോമീറ്റർ. സോ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് അല്ലേ, ഡിസ്റ്റൻസും സെയിം ആണ്. സോ അത് ക്യാൻസലായി പോകുമല്ലോ. ഇനി നോർത്ത് 4 ഉണ്ട്, സൗത്ത് 2 ഉണ്ട്. സോ നോർത്ത് 4 എന്ന് പറഞ്ഞാൽ നോർത്ത് 2 പ്ലസ് നോർത്ത് 2 അല്ലേ ആണോ?
അപ്പോൾ ആ നോർത്ത് 2ഉം സൗത്ത് 2ഉം ക്യാൻസലായിട്ട് ബാക്കി നോർത്തിൻ്റെ അവിടെ 2 മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ മീനിങ് എന്താ? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 2 കിലോമീറ്റർ നോർത്തിൽ മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായോ? അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ ആണ്. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഞാൻ നോർത്തിൽ മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ തിരിച്ച് ഇപ്പോൾ ഉള്ള എൻ്റെ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ എന്ത് ചെയ്യണം? തിരിച്ചു വരണം. അപ്പോൾ സൗത്താണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? സൗത്ത് 2 കിലോമീറ്റർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ചോദിച്ചത് നമ്മുടെ ഡയസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ വിച്ച് സൈഡ് ഈസ് അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എഫ് ഫ്രം ദി ഗിവൺ 2 ഡൈസ്. സോ ഇവിടെ പറഞ്ഞത് എഫിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്, എഫിൻ്റെ ഓപ്പോസിറ്റ് അല്ല. എഫിൻ്റെ ഓപ്പോസിറ്റ് അല്ല, നമുക്ക് വേണ്ടത് എഫിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് വേണ്ടത്. അപ്പോൾ എഫിൻ്റെ വശങ്ങളിലുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. എഫ് ഈസ് ഈക്വൽ ടു എ എന്നാണോ? യു മീൻ എഫിൻ്റെ ഓപ്പോസിറ്റ് എ എന്നാണോ ഉദ്ദേശിച്ചത്? ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നമുക്ക് 2 ഡൈസ് തന്നിട്ടുണ്ട്. ഓ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടെ 2 ഡൈസ് തന്നിട്ടുണ്ട്. സെയിം ഡൈസിൻ്റെ 2 സൈഡിൽ നിന്നുള്ള പിക്ചർ തന്നിട്ടുണ്ട്. സോ എന്നിട്ട് ഇവർ ചോദിക്കുന്നത്, സോ അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൈഡുകളിൽ, വശങ്ങളിൽ, അല്ലെങ്കിൽ അടുത്തടുത്ത് വരാൻ സാധ്യതയുള്ള ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പവഴി എന്താണ്? എഫിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് അല്ലാതെ ബാക്കിയെല്ലാം വശങ്ങളിലുള്ളതല്ലേ. എഫിൻ്റെ ഓപ്പോസിറ്റ് എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഇത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്, സി ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ഒരേ ഡൈസിൻ്റെ 2 സൈഡിൽ നിന്നുള്ള പിക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എഫിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാൽ മതിയോ? അതിലെ എളുപ്പം. അപ്പോൾ എഫിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ഈ 2 ഡൈസ് ഉള്ളപ്പോൾ നമുക്ക് ഈ 2 ഡൈസിനകത്ത് കോമൺ ആയിട്ട് ഏതെങ്കിലും ആൽഫബറ്റ് ഉണ്ടോ? ഉണ്ട്. ഏതാ? ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ കോമൺ ഉള്ളതിൽ നിന്ന് നമ്മൾ ക്ലോക്ക് വൈസിൽ ബാക്കിയുള്ളത് എഴുതുക. സോ ബി, എ, ഡി. ആൻറ്റി ക്ലോക്ക് വൈസ് എഴുതിയാലും മതി. നമുക്കിവിടെ ബി കഴിഞ്ഞിട്ട് ഏത് എഴുതണം? ക്ലോക്ക് വൈസ് എഴുതുന്നതെങ്കിൽ ഡി എഴുതണം. ഡി കഴിഞ്ഞിട്ട് പിന്നെ ഏത് എഴുതണം? എ എഴുതണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കോമൺ ആയിട്ട് ബി അല്ലേ ഉള്ളത്. സോ ആ ബിയുടെ താഴെ നമുക്ക് ബി തന്നെ എഴുതാം. ബി കഴിഞ്ഞിട്ട് പിന്നെ ഏതാ? സി ആണ്. സി കഴിഞ്ഞിട്ട് പിന്നെ ഏതാ? എഫ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പിടികിട്ടി? എയിൻ്റെ ഓപ്പോസിറ്റ് എഫ് ആണ്. എയിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? എഫ് ആണെന്ന് പിടികിട്ടി. അപ്പം എയിൻ്റെ ഓപ്പോസിറ്റ്, എഫിൻ്റെ ഓപ്പോസിറ്റ് എ അല്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡിൽ എന്തായാലും എ വരില്ല. ബാക്കി ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ഓപ്ഷൻ നോക്കി, ഓൾ ആൽഫബറ്റ്സ് എക്സെപ്റ്റ് എ. ഏതാ വരിക? എ വരില്ല. എ എന്തായാലും എന്ത് ചെയ്യില്ല? അഡ്ജസൻ്റ് ആയിട്ട് വരില്ല. കാരണം എന്താ? എ എന്ന് പറയുന്നത് എഫിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എഫിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് ഒരിക്കലും എ വരില്ല. അപ്പോൾ എ ഒഴിച്ച് ബാക്കിയുള്ള ആൽഫബറ്റ്സ് എല്ലാം വരാം. അപ്പോൾ ഓപ്ഷൻ എന്താ? എ ഓപ്ഷൻ. ഇവിടെ നോക്കി, ഇത് ഇസഡ് എന്നാക്കി.
ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ആൽഫബറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതിനകത്തു നിന്ന് ഇതിൽ ചേരാത്തത് ഏതാണെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ എന്താ, ഓഡ് ആൻഡ് ഔട്ട് കണ്ടുപിടിക്കുക എന്നതാണ്. ഓഡ് ആൻഡ് ഔട്ട് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ റിലേറ്റഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്താ മതി, നമ്മൾ ഈ ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. ഓപ്ഷൻസ് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ഓപ്ഷൻസിനകത്ത് 3 എണ്ണം ഒരേപോലെ എന്തെങ്കിലും കണക്ഷൻ കാണും, മറ്റൊരാൾ കണക്ഷൻ കാണില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആൽഫബറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് വൗവൽ കൺസണൻസ് ഉണ്ടോ എന്ന് നോക്കണം. വൗവൽ കൺസണൻസ് എന്ന് പറഞ്ഞാൽ മോനെ വൗവൽസ് ഏതൊക്കെയാണ്? AEIOU, AEIOU അതാണ് വൗവൽസ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ 21 ആൽഫബറ്റ്സ് എന്താ, കൺസണൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഏതുണ്ട്, അങ്ങനെ വൗവൽ കൺസണൻസ് എന്ന് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, എല്ലാം കൺസണൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് നോക്കുക. അടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽഫബറ്റ്സിൻ്റെ എല്ലാം പൊസിഷൻ നമ്പേഴ്സ് നോക്കുക. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ എത്രാമത്തെയാണ്? 26 ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ 24. ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ആൽഫബറ്റാണ്. എസ് എന്ന് പറയുന്നത് 19ാമത്തെ ആൽഫബറ്റാണ്. ഇപ്പോൾ ഇവിടെ നോക്കി, പൊസിഷൻ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓഡ് പ്ലേസിലുള്ള ആൽഫബറ്റ് അല്ലേ, ബാക്കിയെല്ലാം എന്താ, ഈവൻ പ്ലേസ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഓഡ് ഓൺ ഔട്ട് ഏതാ? ഡി ഓപ്ഷനാണ്. ഓഡ് ഓൺ ഔട്ട് ഏതാ? ഡി ഓപ്ഷൻ. സോ അടുത്ത് നോക്കി, ഇവിടെ സെലക്ട് ദി ഓപ്ഷൻ ഫിഗർ വിച്ച് ഇസ് എംബഡഡ് ഇൻ ദി ഗിവൺ ഫിഗർ. എംബഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒളിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫിഗർ. സോ ഈ മെയിൻ ഫിഗറിനകത്ത് ഈ ഷേപ്പിൽ ഏതാണ് ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. സോ റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. അതായത് ഇപ്പോൾ ഈ ഷേപ്പ് ഇതിനകത്ത് കണ്ട് ഇങ്ങനെ തലയും കുത്തി നിൽക്കുന്നത്, അതൊന്നും പറ്റില്ല. ഈ ഷേപ്പ് ഉണ്ടെങ്കിൽ ഈ ഷേപ്പ് ഇങ്ങനെ തന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? സോ ചെക്ക് ചെയ്തിട്ട് വാ. എളുപ്പമല്ലേ? അങ്ങനെ നോക്കി, ഇവിടെ ചിന്തിക്കാൻ എന്താ, സോ ഈ ഷേപ്പ് ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. കണ്ടോ, ഒരു ട്രയാങ്കിൾ പോലെ എന്തായാലും പറഞ്ഞു. സോ ഇവിടെ എവിടെയെങ്കിലും ട്രയാങ്കിൾ, ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ബേസ് വേണ്ടി ഇങ്ങനെയാണ്. സോ അങ്ങനെ ഏതെങ്കിലും ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടോ? ഓക്കെ, വേണ്ട, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ട്രയാങ്കിളിനകത്ത് വേണ്ട ഇങ്ങനെ ഒരു ലൈനുണ്ട്. സോ ഇവിടെ ഇങ്ങനെ ലൈൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ അതല്ലാതെ ഇതേലത്തെ ഷേപ്പ് അവിടെ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കുക. അടുത്തത് നോക്കുമ്പം ഈ ഷേപ്പ് ഇത് ഇതിനകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ടേ? അതല്ലേ നമ്മുടെ ഷേപ്പ് അല്ലേ? അപ്പം ഇതാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഫിഗർ. അപ്പോൾ ഓപ്ഷൻ ഏതാ? ബി ഓപ്ഷൻ. ഓപ്ഷൻ ഏതാ? ബി. ഓക്കെ, അടുത്ത നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വിൽ കം തേർഡ് ഇൻ ദി ഇംഗ്ലീഷ് ഡിക്ഷണറി. സോ ഇവിടെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്. സോ ഈ വേർഡ്സ് നമ്മൾ നോക്കുമ്പം ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ 3ാമത് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദ്യം. ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ 3ാമത് വരുന്ന ഏതാണെന്നാണ് ചോദ്യം. ഏതാ? സി ആണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. ഡി. ഡി. നോക്കി. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്താ? എഫ് ആണ്. എല്ലാം സ്റ്റാർട്ടിങ് എന്താ? എഫ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ആൽഫബറ്റ് എടുക്കണം. സോ ഇവിടെ എന്താണ്? എ ആണ്, ഇവിടെയും എ ആണ്, എ ആണ്, എ ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് എഫ് എ, എഫ് എ, എഫ് എ, എഫ് എ എന്നാണ്. സോ എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ?
പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ആൽഫബറ്റ് നോക്കണം. സോ തേർഡ് ആൽഫബറ്റ് ഇവിടെ നിന്നുണ്ട് ബി ഉണ്ട്, ഇവിടെ നിന്നുണ്ട് സി ഉണ്ട്, ഇവിടെ നിന്നുണ്ട് എൻ ഉണ്ട്, ഇവിടെ നിന്നുണ്ട് എൽ ഉണ്ട്. സോ നോക്കി, ബി ഉണ്ട്, സി ഉണ്ട്, എൻ ഉണ്ട്, എൽ ഉണ്ട്. അപ്പോൾ ബി ആണോ സി ആണോ എൻ ആണോ എൽ ആണോ ഫസ്റ്റ് വരുന്നത്? ബി അല്ലേ? ഫസ്റ്റ് വരുന്നത് ഏതാ? ബി ആണ്. അപ്പോൾ ഈ ഫാബ്രിക് എന്നുള്ള വേർഡ് വേണം ആദ്യം ഡിക്ഷണറിയിൽ കാണുന്നത് അല്ലേ? അപ്പോൾ ഈ എ ആണ് ആദ്യം വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വരിക സി ആണോ എൻ ആണോ എൽ ആണോ? സി അല്ലേ വരിക. അപ്പം രണ്ടാമത് ബി വന്നു, അത് ഫാക്റ്റ് എന്ന് തോന്നുന്നു. ഇനി എൻ ഉണ്ട്, എൽ ഉണ്ട്. എൻ ആണോ എൽ ആണോ ആദ്യം വരുന്നത്? എൽ അല്ലേ? അപ്പം ഫോൾസ് വേണം അടുത്തത് വരാൻ. അപ്പോൾ ഡി എന്നാണ് വരിക. മനസ്സിലായി? അപ്പോൾ നമ്മൾ ചോദിച്ചെന്താ മൂന്നാമത് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദ്യം. സോ മൂന്നാമത് വരുന്ന വേർഡ് ഏതാ? ഫോൾസ് അല്ലേ? ലാസ്റ്റ് വരുന്നതാണ് വേണ്ട ഫാൻ എന്നുള്ളത്. അപ്പം മൂന്നാമത് വരുന്നത് ഡി ആണ്. പിടികിട്ടിയോ? അടുത്ത് നോക്കി, the position of how many letters will remain unchanged if each of the letter in the word flowery is arranged in alphabetical order. ക്വസ്റ്റ്യൻ മീനിങ് എന്താ? ഫ്ലവറി എന്നുള്ള വേർഡ് ഉണ്ട്. സോ ഇതിനകത്ത് നമുക്ക് കുറേ ആൽഫബറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ആൽഫബറ്റ്സിനെ എല്ലാം നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ഇതിനകത്തുള്ള ഓരോ ആൽഫബറ്റിനെയും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇതിൻ്റെ നേരെ താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോൾ ചുമ്മാ അറേഞ്ച് ചെയ്യുക. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഡബ്ല്യു വന്നു, ഇവിടെ ആർ വന്നു, ഇവിടെ ഇപ്പോൾ ഒ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഓയുടെയും പൊസിഷൻ ചേഞ്ച് ആയിട്ടില്ലല്ലോ. സോ അങ്ങനെ എത്ര ഉണ്ടാകും, എത്ര ആൽഫബറ്റ്സ് ഉണ്ടാകും എന്നതാണ് ചോദ്യം. ഈ തന്നിരിക്കുന്ന വേർഡിൻ്റെ ഓരോ ആൽഫബറ്റ്സും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ പൊസിഷൻ ചേഞ്ച് ആവാത്ത എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ഡി വന്നു, എ വന്നു, എ നോക്കിയ പോനെ. സോ ഇവിടുത്തെ വേർഡ് ഏതാ? ഫ്ലവറി. സോ FLOWERY. സോ നമ്മളിത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പോകണം. സോ ഇതിനകത്ത് നോക്കുക, എഫ് ഉണ്ട്, എൽ ഉണ്ട്, ഒ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, ഇ ഉണ്ട്, ആർ ഉണ്ട്, വൈ ഉണ്ട്. സോ ഇതിനകത്ത് ആദ്യം വരുന്ന ആൽഫബറ്റ് ഏതാ? ഇ അല്ലേ? ഈ ഉള്ള ആൽഫബറ്റ്സിനകത്ത് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ പോയാൽ ഇ അല്ലേ ഫസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം ഇനെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇ കഴിഞ്ഞു. സോ ഇ കഴിഞ്ഞാൽ പിന്നെ വരുന്ന എഫ് അല്ലേ? സോ നമ്മൾ എഫ് എഴുതി. എഫ് കഴിഞ്ഞു. പിന്നെ ഏതാ വരിക? എൽ ഉണ്ട്, ഒ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, ആർ ഉണ്ട്, വൈ ഉണ്ട്. സോ നമുക്കറിയാം എഫ് കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യതയുള്ള എല്ലാണ്. സോ നമ്മൾ എൽ എഴുതി. സോ എൽ കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യതയുള്ള ഏതാ? ഒ ആണോ, ഡബ്ല്യു ആണോ, ആർ ആണോ, വൈ ആണോ? ഒ അല്ലേ? അപ്പോൾ നമ്മൾ ഒ എഴുതുക. അതിനുശേഷം ഡബ്ല്യു ഉണ്ട്, ആർ ഉണ്ട്, വൈ ഉണ്ട്. ഏതാ വരിക? ആർ അല്ലേ? പിന്നെ ഏത് വരണ്ടേ? ഡബ്ല്യു വരണം. പിന്നെ ഏത് വരണം? വൈ വരണം. സോ ഇതല്ലേ വരേണ്ടേ പാറ്റേൺ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് പൊസിഷൻ ചേഞ്ച് ആവാത്ത എത്ര എണ്ണം ഉണ്ട്? ഇത് പൊസിഷൻ ചേഞ്ച് ആയല്ലോ. ചേഞ്ചായി. പൊസിഷൻ ചേഞ്ച് ആവാത്ത ഇതെല്ലാം ഉള്ളു. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. മനസ്സിലായോ? എത്ര ഉണ്ട്? ഒരെണ്ണം. ഓക്കെ, ഇതെന്താ? റാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. In a row of 67 students all facing east,
Anamika is 13 from the left side and Mridula is 17 from the right side. So how many students are between Anamika and Mridula? B. B. ബി. ഓക്കെ പിന്നെ എളുപ്പമല്ലേ? സോ നിങ്ങൾക്ക് ഇതേലത്തെ ക്വസ്റ്റ്യൻ വരും ഇവിടെ ചോദിച്ചത് അത് ഈസ്റ്റിലേക്ക് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും കാര്യമൊന്നുമില്ല. സോ ഇത് ലെഫ്റ്റ് മൊത്തം 67 കുട്ടികളുണ്ട്. സോ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അനാമിക 13ഉം റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ മൃദുല 17ഉമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദ്യം. സോ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 2 പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ 2 ആളുകളല്ലേ മൃദുലയും അനാമികയും. സോ ഇവരുടെ പൊസിഷൻ നമ്പേഴ്സ് കൂട്ടി നോക്കുക. സോ കൂട്ടി നോക്കുമ്പം എത്ര കിട്ടി? ഇവിടെ 30 എന്ന് കിട്ടി. സോ ഈ കിട്ടുന്ന വാല്യൂ ടോട്ടൽ നമ്പേഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന് ഓവർലാപ്പിംഗ് കേസ് എന്ന് പറയും. ഓക്കെ, ഓവർലാപ്പിംഗ് കേസ് എന്ന് പറയും. ഈ കിട്ടുന്ന വാല്യൂ കുറവാണെങ്കിൽ നോർമൽ കേസാണ്. ഓക്കെ, നോർമൽ കേസാണ്. അപ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 30 അല്ലേ? സോ ഈ 30 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ നമ്പറിനേക്കാളും കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഈ ടോട്ടൽ വാല്യൂ വേണ്ടേ, അതായത് ഈ സമ്മില്ലേ, ഈ സമ്മ് നമ്മുടെ ടോട്ടലിൽ നിന്ന് കുറച്ചാൽ മതി. ഇതാണ് 67 പേരെന്ന് വിചാരിക്കാം. സോ ഇവിടെ പറഞ്ഞത് ഇതാണ് മൃദുല എന്ന് വിചാരിക്കാം, അല്ല അനാമിക എന്ന് വിചാരിക്കാം. സോ അനാമിക ലെഫ്റ്റിൽ നിന്ന് എത്രാമതാണ്? ലെഫ്റ്റിൽ നിന്ന് 13ആണ്. എത്രയാണ്? 13. സോ നമ്മൾ ഇങ്ങോട്ട് കൗണ്ട് ചെയ്തപ്പം ഇതാണ് നമ്മുടെ മൃദുല എന്ന് വിചാരിച്ചു. സോ മൃദുല റൈറ്റിൽ നിന്ന് എത്രാമതാണ്? റൈറ്റിൽ നിന്ന് 17ാമതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറയുന്ന ലോജിക്കാണ്, ജസ്റ്റ് അല്ല കണക്കായിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോട് ആഡ് ചെയ്യുക, അത് ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ലോജിക്ക് വൈസ് ചിന്തിക്കുകയാണെങ്കിൽ നോക്കി, ഇവിടെ 17 സീറ്റ് ഉണ്ടോ? അതായത് ഇതിപ്പം റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 1 2 3 അങ്ങനെ പോയി ഇത് 17 സീറ്റുണ്ട്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 1 2 3 എണ്ണി വരുമ്പോൾ ഇത് 13 സീറ്റുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ 13 ആളുകളും ഇവിടുന്ന് ഇങ്ങോട്ട് 17 ആളുകളും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 30 ആയോ? ഇവിടുന്ന് അങ്ങോട്ട് 13ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 17 ആയി. അപ്പോൾ ടോട്ടൽ 30 ആയില്ലേ? അപ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം എന്തായിരിക്കും? ഇവരുടെ ഇടയിലായിരിക്കും. അപ്പോൾ 17ഉം 13ഉം 30ഉം പോയാൽ ബാക്കി എത്ര? 67 30 കുറയ്ക്കുക. 67 30 കുറച്ചാൽ എന്ത് കിട്ടും? 37. സോ ഈ 37 പേരും എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. സോ ഓപ്ഷൻ ബി. ഈ ക്വസ്റ്റ്യൻ നോക്കി, നമ്പർ സീരീസ് ആണ്. സോ ആ 48 ഉണ്ട്, 48 നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 48, അതുകൊണ്ട് ഈ 48 ഞാൻ അങ്ങോട്ട് നീക്കി എഴുതിയെന്നേ ഉള്ളൂ. സോ 48, 75, 108-192 ആണ്. സോ നമ്പർ സീരീസ് ആണ്. സോ നെക്സ്റ്റ് എന്ത് വരും എന്നതാണ് ചോദ്യം. നാൽപ്പത്തെട്ട് കഴിഞ്ഞു 75 ആയി, 75 108 ആയി. സോ അടുത്ത് എന്താകും? അത് 192 ആയിട്ടുണ്ട്.
രക്ഷയില്ല. 48ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 75 കിട്ടുമെന്ന് നോക്കാം. അതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 108 കിട്ടുമെന്ന് നോക്കാം. സോ അങ്ങനെ പാറ്റേൺ വല്ലതുണ്ടോ നോക്കുക. അങ്ങനെ നോക്കി 48 എന്നുള്ളത് 75 ആയി അല്ലേ. ഇവിടെ നോക്കി 48 എങ്ങനെയാണ് 75 ആവുന്നത്? +27 അല്ലേ. 48ൻ്റെ കൂടെ 27 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 75 കിട്ടും. സോ 75 എങ്ങനെയാണ് 108 ആവുന്നത്? 25 8 എത്ര? 33. സോ 33 ഇവിടെ ആഡായി. ഇവിടെ 27 ആഡായി, ഇവിടെ 33 ആഡായി. അപ്പോൾ ഇവിടെ നോക്കി 27ൻ്റെ കൂടെ 6 കൂട്ടുന്നതിൽ 33. സോ അടുത്ത അപ്പം എത്ര ആകാം? പിന്നെ ഒരു 6 കൂട്ടുമ്പോൾ 39 അല്ലേ? ആണോ? നമുക്ക് നോക്കാം. 27ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 33 ആയി. 33ൻ്റെ 6 കൂട്ടുമ്പോൾ നമുക്ക് 39 കിട്ടണ്ടേ. സോ അടുത്ത 39ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 45 കിട്ടണം. സോ ഇതാണോ പാറ്റേൺ? നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടെ 33 കൂടെ 108 കിട്ടി. സോ 108ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 39 കൂട്ടണം. സോ 39 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 139 40 147 147 കിട്ടി. ഓക്കെ. സോ ഈ 147ൻ്റെ കൂടെ ഈ 45 കൂട്ടിയാൽ 192 കിട്ടുമോ? കിട്ടും. 147 45 192 അല്ലേ. 147 ഓപ്ഷനിലുണ്ടോ? ആ ഉണ്ട്. ബി ഓപ്ഷൻ. മനസ്സിലായോ? ഇവിടെ ആദ്യം 27 കൂടി, പിന്നെ 33 കൂടി. അപ്പോൾ 27 33 ആയി. സോ 33 അടുത്ത് എന്ത് കൂടണം? 39 ആവണം. അപ്പോൾ 39 അടുത്ത് 45 ആണ്. 6 വെച്ചല്ലേ കൂടി പോകുന്നത്. മനസ്സിലായോ? സോ ഇതിൻ്റെ ആൻസർ എന്താ? 147 ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. In a certain code language, if sound is written as ABCSD, mineral is written as QRSTUVW, then in the same code language, a reader will be written as dash. A. ഓക്കെ. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് സൗണ്ട് എന്നുള്ള വീട് തന്നിട്ടുണ്ട്. സോ സൗണ്ടിൻ്റെ കോഡായിട്ട് കൊടുത്തിരിക്കുക എന്താണ്? ABCSD. സോ അടുത്തത് മിനറലിൻ്റെ കോഡ് എന്താ കൊടുത്തേ? QRS TUVW. നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? റീഡർ എന്നുള്ള വേർഡാണ് അല്ലേ. സോ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 വേർഡ് 2 കോഡും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂന്നാമത്തെ വേർഡിൻ്റെ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതിനകത്ത് മെജോറിറ്റി ചാൻസസും ജസ്റ്റ് പിക്ക് ആൻഡ് റൈറ്റ് ആണ്. അതായത് ജസ്റ്റ് നോക്കുക, അവിടെ നിന്ന് എടുത്തെഴുതുക.
അതിനാണ് ചാൻസ് കൂടുതൽ. സോ അതാണോ ഇല്ല നമ്മൾ കൺഫേം ചെയ്യണം. അതെങ്ങനെ കൺഫേം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ മൂന്നാമത്തെ വേർഡ് തന്ന ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, അത് ഈ 2 വേർഡ്സിനകത്തുള്ളതാണോ ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, റീഡർ എന്നുണ്ട്, സോ ആർ ഉണ്ട്, ഇ ഉണ്ട്, എ ഉണ്ട്, ഡി ഇവിടെ ഉണ്ട്, ഇ ഉണ്ട്, ആർ ഉണ്ട്. അപ്പോൾ റീഡർ എന്നുള്ള ഇതിനകത്തുള്ള എല്ലാ ആൽഫബറ്റ്സും നേടി ഈ സൗണ്ടും മിനറലും എന്ന് പറയുന്ന വാക്കുകൾക്കകത്ത് നിന്ന് എടുത്തതല്ലേ. സോ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പിക്ക് ചെയ്യുക, എഴുതുക. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആറിൻ്റെ കോഡ് എന്താ, യു. അപ്പോൾ ഇവിടെ ആറിന് യു എന്ന് കൊടുക്കാവോ? അപ്പോൾ യുവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതാണ്ട് ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, വേണമെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ആറിൻ്റെ കോഡ് വീണ്ടും എന്താ, യു തന്നെയല്ലേ. അപ്പോൾ ഇവിടെ യു, ഇപ്പോൾ യുവിൽ തുടങ്ങി യുവിൽ അവസാനിക്കണം. സോ ഓപ്ഷൻ ഏതാ വേണ്ടതാണ്, പിക്ക് ചെയ്യുക, എഴുതുക. ഓക്കെ, കാരണം എന്താ, നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇവിടെ രണ്ടും കോമൺ ആയിട്ട് എൻ ഉണ്ടല്ലോ. സോ എൻ്റെ കോഡ് എന്താ, എസ് എന്നാണ് കൊടുത്തത്. ഇവിടെ എന്താ, എൻ ഉണ്ട്, എന്നിൻ്റെ കോഡ് എന്താ, എസ് എന്നാണ് കൊടുത്തത്. അപ്പോൾ ഓരോ ആൽഫബറ്റിന് റാൻഡമായിട്ട് അവർ വേറൊരു ആൽഫബറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈൻ്റെ കോഡ് എന്തായിരിക്കും, ഈ എവിടാ, ഇവിടെ ഈൻ്റെ കോഡ് എന്താ, ടി. എ എന്തേ, എ ഇവിടെ, എൻ്റെ കോഡ് എന്താ, വി. ഡി എന്തേ, ഇവിടെ ഡീൻ്റെ കോഡ് എന്താ, ഡി തന്നെയാണ്. ഈൻ്റെ കോഡ് എന്താ, ടി. സോ ഇത് തന്നെയല്ലേ വേണ്ട വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ, എ ഓപ്ഷൻ. ഓക്കെ, ഇതെന്താണ്, കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ് ആണിത്. എന്താണ്, കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ് ആണ്. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. എ നോക്കി. ഈ കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ആദ്യം നമ്മളിതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇവിടെ മൊത്തം എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. അത് ഇൻക്ലൂഡിങ് ആ ഡാഷിൻ്റെ അവിടെ എന്തായാലും ആൽഫബറ്റ്സ് വന്നല്ല പറ്റൂ. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോൾ 20 എണ്ണമാണ് വന്നിരിക്കുന്നത്. സോ 20നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം, 2ൻ്റെ 10 എണ്ണം ആക്കാം. 2ൻ്റെ 10 എണ്ണം ഒന്നും ആക്കിയിട്ട് കാര്യമില്ല. 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്നത് 4ൻ്റെ 5 എണ്ണം ആക്കാം അല്ലേ, 4 4 4 4 എന്നാക്കാം. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് എന്താ, 4ൻ്റെ 5 എണ്ണം. ഓക്കെ, അല്ലെങ്കിലോ 5 വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. 5 5 5 5 5 വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ 10 10 വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആണോ, 10 10 വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 10 10 ഒന്നും പോകണ്ട, ഒന്നുകിൽ 4 വെച്ച് അല്ലെങ്കിൽ 5ൻ്റെ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം, ഇവിടെ നോക്കി, നിങ്ങൾ നോക്കുമ്പം ഈ ജീന് മുന്നേ എഫ് വന്നിട്ടുണ്ട്, ജീന് മുന്നേ എഫ് വന്നിട്ടുണ്ട്. ഇവിടെയും ജീന് മുന്നേ എഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജി ഉണ്ടല്ലോ, അപ്പോൾ ജീന് മുന്നേ എഫ് വരാമല്ലോ, ഉറപ്പല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, എഫ് ജി എച്ച് ഡാഷ് വൈ, എഫ് ജി ഡാഷ് യു വൈ എഫ്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ആയിരിക്കുന്നതാണ്ടോ, ഇവിടെ സ്പ്ലിറ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെയല്ലേ. ഓക്കെ, അപ്പോൾ എഫ് ജി ഉണ്ട്, ഇവിടെ എഫ് ജി ഉണ്ട്. അപ്പോൾ ഇവിടെ എഫ് വേണ്ട എന്ത് വരണം, ജി വരണം അല്ലേ. അപ്പോൾ എല്ലാ എഫ് വേണ്ടി ജി അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് ആയിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. എത്ര എണ്ണം വെച്ചാൽ 1 2 3 4 5 ആൽഫബറ്റ് വെച്ചാണ് സ്പ്ലിറ്റ് ആയത്. അപ്പോൾ ഇവിടെ എഫ് ജി എച്ച് ഉണ്ട്, ഇവിടെ എഫ് ജി. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാൽ എച്ച് വന്നേ പറ്റും. ഇവിടെ എഫ് ജി എച്ച് ഉണ്ടല്ലോ, ഇവിടെ എഫ് ജി, ഇവിടെ എന്ത് പറഞ്ഞാൽ എച്ച് വന്നേ പറ്റും. സോ എച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ആണ്. അപ്പോൾ ഇവിടെ എച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡബ്ല്യു പറഞ്ഞേ, ഇവിടെ വൈ ആണ്. അപ്പോൾ ഇവിടെ വൈ. അപ്പോൾ നമ്മുടെ വേർഡ് എന്താ, എഫ് ജി എച്ച് ഡബ്ല്യു വൈ, എഫ് ജി എച്ച് ഡബ്ല്യു വൈ, എഫ് ജി എച്ച് യു വന്നു, യു 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 നോക്കാം, ടി യു വി ഡബ്ല്യു. നോക്കി,
നമ്മളിവിടെ നോക്കട്ടെ. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നോക്കി, ഇവിടെ നിങ്ങൾ FGH അല്ലേ വന്നത്, ഇവിടെ അപ്പം FGH, ഇവിടെ FGH, ഇവിടെയും FGH. ആദ്യമല്ല FGH. വോയിസ് ക്ലിയർ അല്ല. ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ സൗണ്ട് ഓക്കെ ആണോ? ഹലോ, സൗണ്ട് ഓക്കെ ആണോ ഇല്ലയോ? ഓക്കെ ആണ്. ഓക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഓക്കെ ഇവിടെ ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൊത്തം 20 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ 4ൻ്റെ 5 എണ്ണം ആക്കാം, അല്ലെങ്കിൽ 5ൻ്റെ 4 എണ്ണം ആകാം. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലായിരിക്കും ഈ 20 ആൽഫബറ്റ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യുമ്പോൾ എനിക്കറിയാം FG എന്ന് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു G ഉണ്ട്, ഇവിടെ ഒരു G ഉണ്ട്. സോ ഇവിടെയും FG എന്ന് വന്നിട്ടുണ്ട്. അതായത് ജിക്ക് മുന്നേ F വന്നിട്ടുണ്ടല്ലോ, ഇവിടെയും ജിക്ക് മുന്നേ F വന്നിട്ടുണ്ടല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ജിക്ക് മുന്നേ അപ്പോൾ F വരണ്ടേ, അപ്പോൾ ഇവിടെ F വന്നല്ല പറ്റൂ ആണോ? അപ്പോൾ Fന് ശേഷം G വരണ്ടേ, അപ്പോൾ ഇവിടെ G വന്നല്ല പറ്റൂ. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എങ്ങനെയാണ് നോക്കി. ഇങ്ങനല്ല സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. FGH-Y, ഇവിടെ FGH-UY എന്നുണ്ട്, ഇവിടെ FGH-Y, ഇവിടെ FG-WY. ഓക്കെ, ഇവിടെ FGH ഉണ്ട്, ഇവിടെ FGH ഉണ്ട്. അപ്പോൾ ഇവിടെ H വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ H വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോക്കുക FGH-Y. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡാഷിൽ എന്ത് വരണം? F വരണ്ടേ. ഇപ്പോൾ ഓപ്ഷൻ നോക്കുക. ഇവിടെ രണ്ടാമത്തെ ഡാഷിൽ F ഉണ്ട്, ഇവിടെ F ഉണ്ട്, ഇവിടെ F ഇല്ല, ഇവിടെ G ആണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമുക്ക് അപ്പോഴേ വെട്ടാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. എന്തായാലും 1, 2 മൂന്നാമത്തെ ഡാഷിൽ H വരണം. സോ ഇവിടെ മൂന്നാമത്തെ ഡാഷിൽ H ആണ്, ഇവിടെ H ആണ്. നാലാമത്തെ ഡാഷിൽ G വരണം. സോ ഇവിടെ G ആണ്, ഇവിടെ G ആണ്. സോ അഞ്ചാമത്തെ ഡാഷിൽ എന്ത് വരണം? ആറാമത്തെ ഡാഷിൽ H വരണ്ടേ. സോ ആറാമത്തെ ഡാഷിൽ H വരുന്ന ഏതാണ്? ഇതല്ലേ ആറാമത്തെ ഡാഷിൽ H വരുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ്. ആറാമത്തെ ഡാഷ് ഇവിടെ H വരണ്ടേ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ C ആണ്. ഇനി നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യം ഇവിടെ അല്ല FGH-Y, 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 FGH-Y. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ FGH കഴിഞ്ഞിട്ട് ഇവിടെ U ആണ് വന്നത്. ഇവിടെ എന്താ വന്നത്? U എന്ന് പറയുന്ന ആൽഫബറ്റ് ആണ് വന്നത്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ W ആണ് വന്നത്. അപ്പോൾ ഇവിടെ എല്ലാം U എന്നല്ല വന്നത്. അപ്പോൾ U കഴിഞ്ഞു ഡാഷ് W വന്നു. അപ്പോൾ U കഴിഞ്ഞിട്ട് VW എന്നല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ V ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരണം? T. ഇപ്പോൾ ഇവരുടെ പാറ്റേൺ എന്താ? FGH-TY, FGH-UY, FGH-VY, FGH-WY. അതാണ് ഇവരുടെ പാറ്റേൺ പോയിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻ ഏതേ വരികയുള്ളൂ? C ഓപ്ഷൻ അല്ല വരും. മനസ്സിലായോ? അപ്പോൾ ഇത് ജസ്റ്റ് കമ്പയർ ചെയ്യുക, എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ W വന്നപ്പോൾ ഞാൻ ഇവിടെയും W എഴുതി വെച്ചു, പക്ഷേ ഇവിടെ വന്നപ്പോൾ അവിടെ W അല്ല. അപ്പോൾ ഞാൻ മാറി ചിന്തിച്ചു. കാരണം എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് FGH ആണ്, ഡൗട്ടൊന്നുമില്ല. ലാസ്റ്റ് Y ഉണ്ട്, അപ്പോൾ ഇവിടെയും Y ഉണ്ട്, അതിലും ഡൗട്ടില്ല. സെക്കൻഡ് ലാസ്റ്റ് വന്നപ്പോൾ എന്താ പറ്റിയത്? സെക്കൻഡ് ലാസ്റ്റ് വന്നപ്പം ഇവിടെ എനിക്ക് W ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയും W ആയിരിക്കും ഞാൻ ആദ്യം കരുതി. അപ്പോൾ ഓപ്ഷനിൽ എങ്ങും W ഇല്ല. ഇവിടെ വന്നപ്പോൾ ആ W-ൻ്റെ പ്ലേസിൽ ഇവിടെ U ആണ്. അപ്പോൾ കണക്ഷൻ ആലോചിക്കുക. ഇവിടെ U ആണ്, അപ്പോൾ ഇവിടെ എന്തോ വർണ്ണം, ഇവിടെ W വന്നു. അപ്പോൾ U കഴിഞ്ഞിട്ട് VW എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് V കൊടുക്കാം, ഇവിടെ നമുക്ക് W തന്നെ അല്ലേ. അപ്പോൾ യുവിന് തൊട്ട് മുന്നേ ഇവിടെ T ഉണ്ട്. അപ്പോൾ നമ്മുടെ കോഡ് T വർണ്ണം, F വർണ്ണം, H വർണ്ണം, G വർണ്ണം, V വർണ്ണം, H വർണ്ണം, Y വർണ്ണം. ഓപ്ഷൻ ഏതാ? C ഓപ്ഷൻ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പം ജസ്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി ചെയ്യുക. അപ്പം മനസ്സിലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടുത്തെ ടോട്ടൽ ആൽഫബറ്റ്സിനെ കൗണ്ട് ചെയ്യും. ഇപ്പോൾ 18 ആൽഫബറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ. സോ 18നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 6ൻ്റെ 3 എണ്ണം ആക്കാം. അപ്പോൾ 18 എണ്ണം ഒക്കെ ആണെങ്കിൽ മെയിൻലി അവർ മിക്കവാറും ചെയ്യുന്നത് 6ൻ്റെ 3 എണ്ണം ആയിരിക്കും, അല്ലെങ്കിൽ 3ൻ്റെ 6 എണ്ണം വെച്ചായിരിക്കും. പക്ഷെ മെജോറിറ്റി കേസും എന്തായിരിക്കും? 6ൻ്റെ 3 എണ്ണം ആയിരിക്കാം.
ഓക്കെ, ഇപ്പോൾ ഇവിടെ 20 എണ്ണം ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ എന്താ 5ൻ്റെ 4 വെച്ചാൽ നോക്ക് 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 കണ്ടോ 5ൻ്റെ 4 വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്തത്. സോ നമുക്ക് അങ്ങനെ നോക്കാം. ഇതിനാണ് കണ്ടിന്യൂസ് സീരീസ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കി, ഇവിടെ എന്താ ചെയ്യേണ്ടത്? എ എന്ന് പറയുന്ന ആൽഫബറ്റ് പ്ലസിനെ ഡിനോട്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് ഇൻറ്റുവിനെ ഡിനോട്ട് ചെയ്യുന്നു, സി എന്ന് പറയുന്നത് മൈനസിനെ ഡിനോട്ട് ചെയ്യുന്നു, ഡി എന്ന് പറയുന്നത് ഡിനോട്ട്സ് അവിടെ പേടി ഡി ഡിനോട്ട്സ് ഡിവിഷൻ ആണ്. ഡി ഡിനോട്ട്സ് ഡിവിഷൻ. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യാം? എ ഡിനോട്ട്സ് പ്ലസ് ആണ്, ബി ഡിനോട്ട്സ് ഇൻറ്റു ആണ്. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ നമുക്ക് ആൽഫബറ്റ്സ് മാറ്റിയിട്ട് അവിടെ സിമ്പിൾ ആക്കുക ഉള്ളൂ. സോ ഇവിടെ നമുക്ക് 145 ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ആണ്, 27. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ ആണ്, എന്ത്? 3. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു ആണ്. സോ അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു നമ്പർ ഉണ്ട്, ഈക്വൽ ടു നമുക്ക് എന്ത് വേണം? 163 വേണം. ഇതല്ലേ നമ്മുടെ ചോദ്യം. സോ ഇത് ചെയ്യാൻ പറ്റുമോ? ബി ഓക്കെ, നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ബോർഡ് മാസ് റൂൾ വെച്ച് വേണം ചെയ്യാൻ. ബോർഡ് മാസ് റൂൾ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇവിടെ 145 ഉണ്ട്, പ്ലസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. സോ 145 പ്ലസ് 27/3 എന്താ? 9 ആണ്. ഇൻറ്റു ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ 163 കിട്ടണം. ഇപ്പം നിങ്ങൾ നോക്കി, 9നെ ഏതോ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 145 ഇവിടെ എന്താ? പോസിറ്റീവ് അല്ലേ? അത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആവില്ലേ? ആവോ? അപ്പം 9 ടൈംസ് n എന്നുണ്ട്. 9 ടൈംസ് n എന്ന് പറഞ്ഞാൽ 163 മൈനസ് 145 18 അല്ലേ? സോ 9നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് 18 കിട്ടുന്നത്? 9നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടുന്നത്? 2 അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ? 2 ആണ്. അത് ഇവിടെ വരേണ്ട നമ്പർ എന്താണ്? 2 ആണ്. സോ ഓപ്ഷൻ ഏതാ? ബി. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ നമുക്ക് ഡയസിൻ്റെ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് 2 ആണ്, 3 5 3 4 5 6 1 2. സോ നിങ്ങളുടെ ചോദ്യം 4 എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദ്യം. 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന ചോദ്യം. ഇത് സെയിം ഡൈസിൻ്റെ തന്നെ 3 സൈഡിൽ നിന്നുള്ള പിക്ചേഴ്സാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 4 എന്നുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദ്യം. ചുമ്മാ നമുക്ക് നോക്കി പറയാലോ. നോക്കി, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. എനിക്ക് വേണമെങ്കിൽ 1ഉം 2ഉം കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ 1ഉം 3ഉം കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ 2ഉം 3ഉം കമ്പയർ ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ഉള്ളപ്പം ഇപ്പോൾ ഞാനിപ്പോൾ 1ഉം 2ഉം കമ്പയർ ചെയ്യാമെന്ന് വെച്ചു. സോ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്? 3 ഉണ്ട്, പിന്നെന്തുണ്ട്? 5 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണം കോമൺ ആണ്. 2 എണ്ണം എന്താണ്? കോമൺ ആണ്. അപ്പോൾ ഇതുപോലെ 2 എണ്ണം കോമൺ വന്നാൽ
ഈ 2 ഡൈസിലും കോമൺ അല്ലാത്തത് ഏതാണോ അത് ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ 2 എണ്ണം കോമൺ ഉണ്ട്, അതായത് 3 കോമൺ ആണ്, 5 കോമൺ ആണ്. ഇപ്പോൾ ഇവിടെ കോമൺ അല്ലാത്തത് ഏതാ? 4ഉം 2ഉം അല്ലേ? അതിനർത്ഥം 4ഉം 2ഉം ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതിൽ ഡൗട്ടൊന്നുമില്ല. ആൻസർ എന്താ? നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1ഉം 3ഉം കമ്പയർ ചെയ്യാം. ഇവിടെ 2ഉം 3ഉം കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ ഈ രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ 2 എണ്ണത്തിനകത്ത് കോമൺ ആയിട്ട് ഒരെണ്ണം പോലും ഇല്ല. നമുക്ക് 1ഉം 3ഉം കമ്പയർ ചെയ്യാം. 1ഉം 3ഉം കമ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ 1ഉം 3ഉം കമ്പയർ ചെയ്യുന്നത് വെച്ചോ, 1ഉം 3ഉം കമ്പയർ ചെയ്യുന്നത് എങ്ങനെ ചെയ്യും? ഇവിടെ കോമൺ ആയിട്ട് നിങ്ങളിപ്പോൾ 1ഉം 3ഉം കമ്പയർ ചെയ്യുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ പറയാണ്. 1ഉം 3ഉം കമ്പയർ ചെയ്യുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 2ൽ നിന്ന് ക്ലോക്ക് വൈസിൽ ബാക്കിയുള്ള നമ്പേഴ്സ് എഴുതുക. സോ 2, 3, 5. സോ ഇവിടെ എഴുതുക 2 ക്ലോക്ക് വൈസിൽ എഴുതുക. 1, 6. അപ്പോൾ ഇവിടെ 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ് അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഇല്ലാത്ത നമ്പർ ഏതാ? 4 അല്ലേ? അപ്പോൾ ഒരു ഡൈസിനകത്ത് 2 എന്നുള്ളത് 2 എണ്ണം വരുമോ? ഇല്ല. അപ്പോൾ ഈ 4 എന്നുള്ളത് എവിടെ വരും? നേടി ഇവിടെ വരും. സോ ഇതിനർത്ഥം 2ൻ്റെ ഓപ്പോസിറ്റ് 4 ആണ്, 3ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്, 5ൻ്റെ ഓപ്പോസിറ്റ് 6 ആണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഓപ്പോസിറ്റും കിട്ടും. ഓക്കെ. പക്ഷെ നമ്മൾ ചോദിച്ചെന്താ? 4ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? സോ 4ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും കമ്പയർ ചെയ്യേണ്ട, ഈ 2 എണ്ണം കമ്പയർ ചെയ്താൽ മതി. കാരണം ഇവിടെ 2 നമ്പേഴ്സ് കോമൺ ആണ്, 3ഉം 5ഉം കോമൺ ആണ്. അപ്പോൾ കോമൺ അല്ലാത്തത് ഏതാണോ അത് എന്തായാലും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. ഇത് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് പറയാം, ഡിറക്ഷൻസ്. ദ ന്യൂസ് ഐറ്റം ഇൻ ഈച്ച് ക്വസ്റ്റ്യൻ ബിലോ ഈസ് ടു ബി ക്ലാസിഫൈഡ് ഇൻ ടു വൺ ഓഫ് ദി ഫോളോയിങ് 5 ഏരിയാസ്. അതായത് നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി, ബി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ്, സി എന്ന് പറഞ്ഞാൽ സ്പോർട്സ്, ഡി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇഷ്യൂ, ഇ എന്ന് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റ്. ഓക്കെ. ഇതാണ് എ ബി സി ഡി ഇ എന്ന് പറയുന്നത്. സോ ഇവർ പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ന്യൂസ്, അതായത് ഈ ഡിറക്ഷൻസ്, അതിൻ്റെ താഴേക്കുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. ഡിറക്ഷൻസ് കൊടുത്തേക്കുന്നത് അടുത്ത 17 തൊട്ട് അങ്ങോട്ട് 20, 21 എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. അതിൻ്റെ ഡിറക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. 17 തൊട്ട് ഇനി 20 തോന്നുന്നു, 20, 21 എന്തോ ഉണ്ട് നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ഡിറക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഓരോ ക്വസ്റ്റിനും വായിച്ചതിന് ശേഷം അത് ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കി എഴുതുക. പിടികിട്ടിയോ? എ എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ബി എന്താ? പൊളിറ്റിക്സ് ആണ്. സി എന്താ? സ്പോർട്സ് ആണ്. ഡി എന്താ? സോഷ്യൽ ഇഷ്യൂ ആണ്. ഇ എന്താ? എൻവിറോൺമെൻറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, സയൻറ്റിസ്റ്റ് ഹാവ് ഡിസ്കവേർഡ് എ ന്യൂ ജീൻ റെസ്പോൺസിബിൾ ഫോർ കോസിങ് ഡയബറ്റീസ്. സോ ഈ ന്യൂസ് ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ വരും? സയൻസ് ആൻഡ് ടെക്നോളജി വരുമോ? പൊളിറ്റിക്സിൽ വരുമോ? സ്പോർട്സിൽ വരുമോ? സോഷ്യൽ ഇഷ്യൂ ആണോ? എൻവിറോൺമെൻറ്റൽ ഇഷ്യൂ ആണോ? എൻവിറോൺമെൻറ്റിന് റിലേറ്റഡ് ആണോ? സയൻസ് ആൻഡ് ടെക് അല്ലേ? കാരണം പുതിയൊരു ജീനിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അല്ലേ? ഡയബറ്റീസ് ഉണ്ടാക്കുന്ന പുതിയൊരു ജീനിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് എന്തിൻ്റെ അണ്ടറിലാണ് വരിക? സയൻസ് ആൻഡ് ടെക്നല്ലേ ഇത്. സോ അടുത്ത് നോക്കി, ഇന്ത്യൻ ഡു എ ബീറ്റ് ദ റഷ്യൻ കൗണ്ടർ പാർട്സ് ടു റീച്ച് ദി സെമി ഫൈനൽസ് ഓഫ് ദി ഓസ്ട്രേലിയൻ ഓപ്പൺ. സോ ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഇന്ത്യൻ ഡുവ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 2 പേര്, ഡുവ എന്ന് പറഞ്ഞാൽ 2, അവരെന്ത് ചെയ്തു? റഷ്യൻ കൗണ്ടർ പാർട്ടിനെ തോൽപ്പിച്ചു. ഇപ്പോൾ റഷ്യൻ ടീമിനെ തോൽപ്പിച്ചു. അപ്പോൾ ഇത് എന്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്? സ്പോർട്സ് റിലേറ്റഡ് അല്ലേ? ഓക്കെ. സ്പോർട്സ് റിലേറ്റഡ് ആണ്. സോ അടുത്തത് നിങ്ങൾ നോക്കി, ആൻ NGO ഹാസ് ബീൻ ആസ്കിങ് making best efforts to provide shelter to thousands of homeless people in the country. സോ ഇത് എന്ത് റിലേറ്റഡ് ആണ്? സയൻസ് ആൻഡ് ടെക് ആണോ? അല്ല. പൊളിറ്റിക് ആണോ? അല്ല. സ്പോർട്സ് ആണോ? അല്ല. പിന്നെ എന്തായിരിക്കും? ഇത് സോഷ്യൽ ഇഷ്യൂ അല്ലേ? ഹോംലെസ് പീപ്പിൾ, വീടില്ലാത്ത ആളുകൾ അല്ലേ? സോ അവർക്ക് എന്ത് ചെയ്യുന്നു? ഇവർ എഫേർട്ട് ഇടുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി.
അത് ആയിരക്കണക്കിന് വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പ്രയത്നിക്കുകയാണ്. സോ ഈ ഹോംലെസ് പീപ്പിൾ അതൊക്കെ എന്താണ്? സോഷ്യൽ ഇഷ്യൂസ് ആണല്ലേ. അത് നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ആളുകൾ ഒരുപാടില്ലേ, അത് നമ്മുടെ സോഷ്യൽ ഇഷ്യൂ അല്ലേ. അപ്പോൾ അതേതാ? ഡി ആണ്. ഓക്കെ. ഇൻ ദി റീസെൻറ്റ് അസംബ്ലി എലക്ഷൻസ് ലെസ് ദാൻ 50% സിറ്റിസൺസ് കാസ്റ്റ് ദ വോട്ട്. ഈ അടുത്ത് നടന്ന എലക്ഷനിൽ 50% താഴെ ആളുകൾ മാത്രമാണ് അവരുടെ വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത് ഏത് റിലേറ്റഡ് ആണ്? പൊളിറ്റിക്സ് അല്ലേ? അല്ലേ, പൊളിറ്റിക്സ് ആണ്. ഇവിടെ നോക്കി. An alarming rise in the cases of asthma was reported in the city due to increased level of pollutants from the nearby factories. ഇതെന്തിൽ വരും? എൻവിറോൺമെൻ്റൽ ഇഷ്യൂസ് അല്ലേ. കാരണം ഇവിടെ എന്താ പറയുന്നത്? ആസ്മയുടെ അളവ് കൂടി. എന്തുകൊണ്ടാണ് ആ സിറ്റിയിൽ ആസ്മയുടെ അളവ് കൂടുന്നതായിട്ട് മനസ്സിലായി? കാരണം എന്താ? ആ സിറ്റിക്ക് അടുത്തുള്ള ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കാരണമാണ് ആ സിറ്റിയിലുള്ള ആളുകളുടെ ആസ്മയുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട് എന്ന് പിടികിട്ടി. അത് പാരിസ്ഥിതിക പ്രശ്നമല്ലേ? ആണ്. ഇവിടെ ഇപ്പം എനിക്ക് ചെയ്യുന്ന എല്ലാം പ്രീവിയസ് ഇയറിൽ എനിക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നോക്കി. ഇനി ഇവിടെ ഒന്നുമില്ല. താങ്ക് യു.